Hello friends, welcome back to Technique Malayalam. In നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയ ഒരു ഫോണാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് ഇതിന്റെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. ജിയോ ഭാരത് എന്ന് പറഞ്ഞ ജിയോന്റെ ഏറ്റവും പുതിയ ഫോണാണ്. ഇതൊരു 4G ഫോണാണ്, പക്ഷേ ഫീച്ചർ ഫോണാണ്. അപ്പം ഇന്ത്യയിലെ മാസ് മാർക്കറ്റായ 2G ഫോൺസിലെല്ലാം 4Gക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മളിത് അനൗൺസ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ട ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ജിയോ ഭാരതിൻ്റെ ആ ഫോണാണ്. അപ്പോൾ കേരളത്തിൽ ഇറങ്ങുന്നത് ഒരു വേരിയൻ്റ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഫോൺസ് വരുന്നത്. ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന കാർബണിൻ്റെ ഫോണുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, അത് കേരളത്തിൽ ഈ ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. 999 രൂപ, അതായത് 999, 1000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടുന്നത്. ഈ ഫോണിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിസ്പ്ലേ ആണ്, അതിനൊപ്പം തന്നെ അൺലിമിറ്റഡ് കോൾസ് 123 റുപ്പീസിൻ്റെ ഒരു റീചാർജ് ചെയ്താൽ മതി. അൺലിമിറ്റഡ് കോൾസും 14 GB ഡേറ്റയാണ് വരുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ജിയോ 7 ഉണ്ട്, ജിയോ സിനിമയുണ്ട്. ജിയോ 7 അൺലിമിറ്റഡ് സോങ്സ് നിങ്ങൾക്ക് ഈ നമ്പറോടുകൂടി കേൾക്കാം. അപ്പോൾ ഇതിനകത്ത് ജിയോ സിം മാത്രമേ വർക്കാവത്തുള്ളൂ, അതായത് 123 എന്നുള്ള പാക്കിലെ ജിയോ സിമ്മാണ് ഇതിനകത്ത് വർക്കാവുന്നത്. അത് ലോക്ക്ഡ് ആയിരിക്കും, പക്ഷേ സിം അതിനകത്ത് വരുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സിം എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നോർമൽ കീപാഡ്, ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്, SD കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പേര് ഇപ്പോഴും 2G ഫോൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്റ്റ് കേരളത്തിൽ 4 കോടിയിലേറെ കണക്ഷൻസ് ഉണ്ട്, യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിൽ ഓൾമോസ്റ്റ് 1/4, 1 കോടിന് മേലെ ഇപ്പോഴും 2G ഫോൺസാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷന് വേണ്ടി ആ 2Gക്കാരെ 4Gയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അഫോർഡബിൾ 1000 രൂപേൻ്റെ ഫോണ്. 1000 രൂപ മുടക്കി നിങ്ങൾ 121 രൂപ മാസം ചിലവഴിച്ചാൽ മതി. അൺലിമിറ്റഡ് കോൾസ്, ഇൻകമിങ് ഔട്ട് ഗോയിങ്, അതേപോലെ 14 GB ഡേറ്റ, പാട്ടൊക്കെ കേൾക്കാൻ പറ്റും, നല്ല രീതിയിൽ പാട്ട് കേൾക്കാൻ പറ്റും, നല്ല സ്പീക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ഐഡിയ ഫോണിൻ്റെ. അതായത് 2G യൂസേഴ്സിനെ 4Gയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ജിയോനെ നമുക്കറിയാമല്ലോ, ജിയോൻ്റെ നെറ്റ്വർക്ക് കവറേജും വളരെ വാസ്റ്റാണ്, 4G നെറ്റ്വർക്ക്. അപ്പോൾ അതാണ് പ്രൈമറി എയിം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേരളത്തിൽ ഇറങ്ങണ ജിയോ ഭാരത് ഫോൺ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നത്, ഫോണിൻ്റെ വിശേഷങ്ങൾ, UI എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നതാണ്. അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ബോക്സ്. നിങ്ങൾക്ക് കാണാം കാർബൺ ഭാരത് K1 4G എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നത് പുറത്തുനിന്നാണ് ചെയ്തത്, നമ്മുടെ സ്റ്റുഡിയോ എന്നല്ല. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഫോണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ജിയോ സിനിമ ഉണ്ട്, ജിയോ 7 ഉണ്ട്, HD വോയിസ് കോളിംഗ് ഉണ്ട്, 1.77 ഇഞ്ച് ഡിസ്പ്ലേ, വീഡിയോ പ്ലെയർ ആൻഡ് റെക്കോർഡിംഗ്, 0.3 മെഗാപിക്സൽ റിയർ ക്യാമറ, വയർലെസ് FM റേഡിയോ, അതേപോലെ 1000 mAh കപ്പാസിറ്റി ബാറ്ററി, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് SD കാർഡും ഇടാം. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് തുറക്കാം. ഇതൊന്ന് തുറന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിന് അകത്ത് വരുന്ന ആദ്യം തന്നെ വരുന്ന നമുക്ക് ഫോണാണ്. ഇതാണ് ജിയോ ഭാരത് ഫോണ്, കാർബണിൻ്റെ ജിയോ ഭാരത് 999 ഫോണ്. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ബൂട്ട് ചെയ്യാം ആക്ച്വലി. അപ്പോൾ ലുക്സ് വൈസ് എനിക്ക് തോന്നുന്നു സ്റ്റൈലൊക്കെ ഉണ്ട്. ഒരു ബേസിക് ഫോണാണെങ്കിലും ആ റെഡ് ആൻഡ് ബ്ലാക്ക് തീം നല്ല ഒരു സ്റ്റൈൽ തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഭാരത് എന്ന് പറഞ്ഞ ലോഗോ കാണാം നമുക്ക്. പിന്നെ ബട്ടൺസ് നമുക്ക് കാണാം. ബാക്കിലെ ഈ ക്യാമറയും ആ സ്പീക്കർ യൂണിറ്റ് വളരെ നല്ല നീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഒരു 0.3 മെഗാപിക്സൽ ക്യാമറയുണ്ട്. താഴത്ത് നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, മൈക്രോ USB ആണ്. അതേപോലെ തന്നെ മുകളിലൊരു വലിയ ടോർച്ചും ഉണ്ട്, നല്ല ഒരു ബ്രൈറ്റ് ടോർച്ചാന്ന് പറയാം. കാർബണിൻ്റെ ലോഗോ ബാക്കിൽ കാണാം. 2 സൈഡിലും ആ റെഡ് ആക്സെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് പ്ലസ് ബ്ലാക്ക് ആക്സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്റ്റൈലിംഗ് ഉണ്ട് എന്ന് ഡെഫിനറ്റ്ലി പറയാം. ഇനി ബാക്ക് പാനൽ നമുക്ക് റീപ്ലേസബിൾ ആണ്, റിമൂവബിൾ ആണ്. ഇൻഫാക്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സിം ട്രെയിൻ കാണാം. അതേപോലെ തന്നെ SD കാർഡിനുള്ള സ്ലോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് SD കാർഡിലിട്ട് പാട്ടൊക്കെ കേൾക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ SD കാർഡിൽ ഡേറ്റ എടുത്ത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്, കാരണം ഫോൾഡർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. അപ്പോൾ ബാറ്ററി ഇതിനകത്ത് 1000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുന്നത് വെച്ചാൽ വളരെ കോമ്പാക്ട് ഫോണാണ്. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്, കാർബൺ എഴുതിയത് കാണാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ OS പറഞ്ഞാൽ ഒരു ബേസിക് UI ആണ് വരുന്നത്. നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കാം. ലാംഗ്വേജ് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ലോക്ക് വേണമെങ്കിൽ ലോക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബേസിക് UI ആണ് കാണുന്നത്. മെനുവും കോൺടാക്ട്സും കാണാം. അതേപോലെ മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, കോൾ റെക്കോർഡ്സ്, കോൺടാക്ട്സ്, അതേപോലെ മെസ്സേജസ്, നോട്ട്സ് ടേക്കിങ്, അതേപോലെ ടൂൾസിനകത്ത് കലണ്ടർ, കാൽക്കുലേറ്റർ, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മൾട്ടിമീഡിയ, വോയിസ്, കീബോർഡ്, വീഡിയോസ്, ഫോട്ടോസ്, അങ്ങനെ കാണും. പിന്നെ ഫയൽ മാനേജർ, അതിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് SD കാർഡ് എടുത്ത് കാണാവുന്നതാണ്.
ഫോൾഡർ വഴി. പിന്നെ നമുക്ക് സെറ്റിങ്സിൽ ബാക്കി എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. പ്രൊഫൈൽസ്, കണക്ടിവിറ്റി, ഡേറ്റ് ആൻഡ് ടൈം, ഫാക്ടറി റീസെറ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ക്യാമറ, ഇതാണ് 0.3 മെഗാ പിക്സൽ ക്യാമറ. ജസ്റ്റ് വളരെ ബേസിക്കായ ഒരു ക്യാമറ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. നമ്മൾ കണ്ടില്ലേ, ജസ്റ്റ് ഒരു ക്യാമറ ആണ് കണ്ടില്ലേ, വളരെ ബേസിക് ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫോട്ടോസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ സ്റ്റോറേജിൽ ആ ക്യാമറ നമ്മളെടുത്ത ഫോട്ടോസ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വളരെ ബേസിക്കായ ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ താഴെ കിട്ടുന്നത് ജിയോ 7 ആണ്. പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ജിയോ 7. നമുക്ക് അതേപോലെ ജിയോ സിനിമയാണ്, ഇത് ജിയോ സിനിമയാണ് നമ്മളിപ്പോൾ എടുത്തത്. ഈ പറഞ്ഞ സിം ഇട്ടാലേ ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ജിയോ സിനിമയിൽ നമുക്ക് സിനിമയൊക്കെ കാണാം, ഈ ചെറിയ സ്ക്രീനായിരിക്കും മാത്രം. അതേപോലെ ജിയോ 7 അൺലിമിറ്റഡ് സോങ്സ് ആണ്, നിങ്ങൾ ജിയോ നമ്പർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഒരു ബേസിക് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫോണാണ്. അതേപോലെ 123 രൂപയാണ് ഇതിൻ്റെ മന്ത്ലി ചാർജ് വരുന്നത്. നിങ്ങൾക്ക് ഇയർലി വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. 1 2 3 4 ആണ് ഇതിൻ്റെ പാക്കേജ്. ഇതേപോലെ ഒരു ചാർജർ കൂടിയാണ്, മൈക്രോ USB ചാർജിങ് കൂടെ ഇൻക്ലൂഡഡ് ആണ്, കാർബണിൻ്റെ തന്നെ ചാർജറാണ്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അതേപോലെ നമ്മൾ ജസ്റ്റ് ഫോണിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രോ ആണ് തന്നത്. 999 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഈ ഫോണ് കേരളത്തിൽ എല്ലായിടത്തും തന്നെ അവൈലബിൾ ആയിരിക്കും. നാളെ മുതൽ ജൂലൈ 7 മുതൽ ഇത് അവൈലബിൾ ആയിരിക്കും. 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. ജിയോൻ്റെ ജിയോ ഭാരത് എന്ന് പറഞ്ഞ ഫീച്ചർ ഫോണ് 4G ഫോണാണ്. അപ്പോൾ ഇതായിരുന്നു ജിയോ ഭാരത്തിൻ്റെ ഒരു വളരെ ക്വിക്കായ അൺബോക്സിങ്. കാർബണിൻ്റെ ഫോണാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്, കേരളത്തിൽ വരുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് കളറുള്ള ഫോണാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറുള്ള ഫോണുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ടോ എനിക്ക് ഡീറ്റെയിൽസ് ഇല്ല. നിങ്ങളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഒരു ഹോട്ട്സ്പോട്ട് ചെയ്യാമോ, അതായത് വൈഫൈ ടീത്തറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഡേറ്റ ഷെയറിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കമ്പനീൻ്റെ കൺഫർമേഷൻ. അതായത് നമുക്ക് അങ്ങനെ ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 14 GB വരെ നമുക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ജിയോ സിനിമയിലൂടെ ആ ചെറിയ സ്ക്രീനിൽ സിനിമ കാണാം എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ 2G നിന്ന് 4Gയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രൈമറി എയിം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ബേസിക്കായ ഒരു ഫോൺ വന്നിരിക്കുന്നത്. 121 രൂപേൻ്റെ ഫോണാണ്, 121 പ്ലാനാണ്. 999 രൂപയാണ് ഈ ഫോണിൻ്റെ വില. അപ്പോൾ ഇതായിരുന്നു ജിയോ ഭാരത് ഫോണിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.